ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി, സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ തക്കവണ്ണം ഒരിക്കൽ കൂടെ ദൈവം നൽകി തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. സമാഗമന കൂടാരം എന്ന വിഷയം നാം തുടർച്ചയായി ചിന്തിച്ച് പോരുകയാണ്. ഇന്ന് ആദ്യമായിട്ട് കയറിയവരുണ്ട്, തുടർച്ചയായി എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കാത്തവരുണ്ട്. തുടർച്ചയായി പങ്കെടുക്കുന്നില്ലെങ്കിലും മനസ്സിലാകത്തക്കവണ്ണം ഓരോ വിഷയങ്ങൾ തിരിച്ചാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കത് പഠിക്കാൻ കൂടുതൽ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ നിങ്ങൾക്കത് പഠിക്കുവാൻ താല്പര്യമെങ്കിൽ നമ്മൾ ഈ ബൈബിൾ ക്ലാസ് എല്ലാം യൂട്യൂബിൽ, ഗ്ലോബൽ ഗോസ്പൽ ഫെലോഷിപ്പിൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് എല്ലാം അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. സമാഗമന കൂടാരത്തിൻ്റെ അകത്തേക്ക് നാം കടന്നു. അതിനകത്തുള്ളതായ ഉപകരണങ്ങൾ ഓരോന്നോരോന്നായി നാം ചിന്തിച്ച് പോരുകയാണ്. അതിൽ ആദ്യം ഇരിക്കുന്നതായ യാഗപീഠത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം പഠിച്ച് പോരുകയാണ്. 6 കാര്യങ്ങൾ നാം പഠിച്ചു. ഏതാണ്ട് 8-10 കാര്യങ്ങളോളമുണ്ട്. അതിൽ 6 കാര്യങ്ങൾ നാം പഠിച്ചു. 1, യാഗപീഠത്തിൻ്റെ പ്രത്യേകതകൾ. സമാഗമന കൂടാരത്തിലെ 1ാമത്തെ ഉപകരണമാണ്. അതിനു മുമ്പ് യാഗപീഠം എന്ന് പറഞ്ഞാൽ അത് എന്തിനെയാണ് കാണിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. സമാഗമന കൂടാരത്തിൽ വരുന്ന ഒരു വിശ്വാസി അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗം അർപ്പിക്കുന്ന യാഗപീഠം. അപ്പോൾ അവിടെ എന്ത് ലഭിക്കുന്നു? അവൻ്റെ പാപങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുന്ന ശുശ്രൂഷ അവിടെ നടക്കുന്നു. യാഗം കഴിച്ച് നിയമം ചെയ്താണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യാഗങ്ങളെല്ലാം കാൽവറിയിലേക്ക് ചൂണ്ടി നിൽക്കുന്നതാണ്. നാം അതിലേക്കൊക്കെ വരാൻ പോവുകയാണ്. യാഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ 5-6 ലേവ്യ യാഗങ്ങളുണ്ട്. ആ യാഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു യാഗപീഠം ഒരുക്കുക എന്ന് പറഞ്ഞാൽ നാം മനഃപ്പാഠം പഠിക്കാൻ ക്രമീകരിച്ചതായ വാക്യം യെശയ്യാ 19:19 നമുക്ക് ഒന്നുകൂടെ വായിച്ച് കേൾക്കാം. യെശയ്യാവ് 19:19. അന്നാളിൽ മിസ്രയീം ദേശത്തിന്റെ നടുവിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠവും അതിന്റെ അതിർത്തിയിൽ യഹോവയ്ക്ക് ഒരു തൂണും ഉണ്ടായിരിക്കും. അന്നാളിൽ മിസ്രയീം ദേശത്തിന്റെ നടുവിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠവും അതിൻ്റെ അതിർത്തിയിൽ യഹോവയ്ക്ക് ഒരു തൂണും ഉണ്ടായിരിക്കും. വാസ്തവത്തിൽ നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് ഒരു യാഗപീഠമാണ്. ഒരു വ്യക്തിയെങ്കിലും രക്ഷ അനുഭവിക്കാൻ മുഖാന്തരമായി തീരുന്നുവെങ്കിൽ, നമ്മുടെ ഒരു പാപത്തിനെങ്കിലും പരിഹാരം കിട്ടുവാൻ ഇത് മുഖാന്തരമായി തീരുന്നുവെങ്കിൽ, തെറ്റിദ്ധരിക്കരുത്, ഈ ബൈബിൾ ക്ലാസ്സല്ല പാപപരിഹാരം തരുന്നത്. പാപപരിഹാരം ലഭിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് ബോധ്യം കിട്ടി രക്ഷ എന്താണെന്ന് അറിഞ്ഞ് നാം യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്ന് പാപപരിഹാരം നേടാനിത് മുഖാന്തരമായി തീരുന്നുവെങ്കിൽ ഇതൊരു യാഗപീഠമാണ്. കൂട്ടായ്മയിലുള്ള ദൈവമക്കളായ നമ്മുടെ ഇടയിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതായ ഒരു യാഗപീഠമാണിത്. വരുന്ന വെള്ളിയാഴ്ച മീറ്റിംഗ് ഉണ്ട്. ഭവനങ്ങൾ സന്ദർശിച്ച് അനേകരെ വിളിച്ച് കൂട്ടി വരുത്തുന്നു. വാഹനങ്ങൾ ക്രമീകരിച്ച് അനേകർക്ക് വരാനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യുന്നു.
അതിനോടുള്ളതായ ബന്ധത്തിൽ ദൈവവേല ചെയ്യുന്നതായ ദൈവമക്കൾ ഒരു യാഗപീഠം ഒരുക്കുന്ന ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി അവിടെ വന്ന് ദൈവവുമായുള്ള ഒരു ബന്ധം ഉണ്ടാകുവാൻ മുഖാന്തരമായി തീരുന്നുവെങ്കിൽ യാഗപീഠമാണ്. അന്നാളിൽ മിസ്രയീം ദേശത്തിന് നടുവിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠവും നമ്മുടെ നടുവിൽ ദൈവത്തിനൊരു യാഗപീഠം, ദൈവം നമുക്ക് ഒരുക്കി തന്ന യാഗപീഠം. വരുന്ന ഞായറാഴ്ച, 1-ാം ഞായറാഴ്ചയാണ് നാം ഒരുമിച്ച് കൂടി വരുന്നു. യൂട്യൂബിൽ ലൈവ് അനേകർ ധാരാളം പേര് കേൾക്കുന്നു, അനേക സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നു. അതും ആ ക്രമീകരണങ്ങളെല്ലാം, ആ സജ്ജീകരണങ്ങളെല്ലാം യഹോവ നമുക്കൊരുക്കി തന്ന യാഗപീഠമാണ്. യാഗപീഠം ഒരുക്കുന്ന ശുശ്രൂഷയാണ് നാം ചെയ്യുന്നത്. നമ്മുടെ നടുവിൽ ഒരു യാഗപീഠം, എല്ലാം ഇട്ടുകൊടുക്കുവാൻ, എല്ലാം ഏൽപ്പിക്കുവാൻ, നമ്മുടെ എല്ലാ പാപങ്ങളും അങ്ങോട്ട് കൊടുക്കുവാൻ, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, നമ്മുടെ ഭാരങ്ങൾ ഇട്ട് കൊടുക്കുവാൻ, നമ്മുടെ രോഗങ്ങളെ ഇട്ട് കൊടുക്കുവാൻ, നമ്മുടെ പ്രശ്നങ്ങളെ ഇട്ട് കൊടുക്കുവാൻ, നമ്മുടെ ആകുലതകളെ ഇട്ട് കൊടുക്കുവാൻ, നമ്മുടെ അസമാധാനത്തെ ഇട്ട് കൊടുക്കുവാൻ, നമ്മുടെ ബലഹീനതകളെ ഇട്ട് കൊടുക്കുവാൻ, ജീവിതത്തിൻ്റെ എല്ലാം അങ്ങിട്ട് കൊടുക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്നതായ യാഗപീഠം. ഈ യാഗപീഠത്തിൽ തീ കത്തിക്കൊണ്ടേയിരിക്കുന്നു. ആത്മാവിൻ്റെ തീ, പരിശുദ്ധാത്മാവിൻ്റെ തീ ഈ യാഗപീഠത്തിൽ കത്തിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാം കത്തിച്ച് കളയുന്ന ഒരു തീ ഇവിടെ ഇറങ്ങുന്നു. ഇതാണ് യഹോവയുടെ യാഗപീഠം, ദൈവം ഒരുക്കി തന്നതായ യാഗപീഠം. ആ യാഗപീഠത്തിൻ്റെ അരികിലേക്കാണ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ ചേർത്ത് കെട്ടണമേ, കർത്താവേ എന്നെ ചേർത്ത് കെട്ടണമേ. നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. ഈ യാഗപീഠത്തിൻ്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ. ഒന്നാമത്തെ ഉപകരണം രക്ഷ, ആദ്യം. 2, ഏറ്റവും വലിപ്പമുള്ള ഉപകരണം, ഏറ്റവും പ്രാധാന്യം ഇതിനാണ്. വേറെ എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ രക്ഷ എന്നുള്ളത്, ജനം മാനസാന്തരപ്പെടുക എന്നുള്ളതില്ല എങ്കിൽ വേറെ എന്തെല്ലാം ചെയ്താലും ഒന്നുമില്ല. നിങ്ങളുടെ എന്തെല്ലാം നന്മ പ്രവൃത്തികളോ നീതി പ്രവൃത്തികളോ ചെയ്താലും അതെല്ലാം ദൈവസന്നിധിയിൽ കറവരണ്ട തുണി പോലെയാണ്. ഏറ്റവും വലിപ്പമുള്ളത് ഖദിരമരം കൊണ്ട് ഉണ്ടാക്കണം. 4, നിരന്തരം തീ കത്തിക്കൊണ്ടിരിക്കണം. തീ കെടരുത്, ആത്മാവിൻ്റെ തീ കെട്ടുപോകാൻ ഇടവരരുത്. ഇന്ന് അനേക ആത്മീക രംഗങ്ങളിൽ തീ കെട്ടുപോകുന്നില്ലേ? നമ്മുടെ ഇടയിൽ ഈ തീ കെട്ടുപോകാൻ ഇടവരരുത്. തീ കത്തിക്കൊണ്ടിരിക്കണം. താമ്രം പൊതിയണം. 6, താമ്രജാലവും മുപ്പല്ലിയും. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. താമ്രജാലവും മുപ്പല്ലിയും. ഈ തീയിൽ നിന്ന് ചിലരൊക്കെ മാറിപ്പോവും. യാഗപീഠത്തിൽ സമർപ്പിച്ചതാണെങ്കിലും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തുള്ള ശുശ്രൂഷ സ്ഥാനം മാറിപ്പോവും. തീ കത്തുന്നിടത്ത് നിന്ന് മൂലയിലേക്കൊക്കെ മാറിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ കുത്തിയെടുത്ത് തീയിലേക്ക് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം മുപ്പല്ലി. ദൈവത്തിന് സ്തോത്രം. ഈ സമാഗമന കൂടാരം എന്ന വിഷയം, ഇന്ന് 7ാമത്തെ കാര്യമാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. യാഗപീഠ നിർമ്മാണ നിയമങ്ങൾ. 7, യാഗപീഠ നിർമ്മാണ നിയമങ്ങൾ. യാഗപീഠം നിർമ്മിക്കുന്നതിന് വേണ്ടി ചില നിയമങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, അന്നാളിൽ മിസ്രയീം ദേശത്തിന് നടുവിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠവും. ഈ ശുശ്രൂഷകളെല്ലാം, ദൈവവേലകളെല്ലാം യാഗപീഠം ഒരുക്കുന്ന ശുശ്രൂഷയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് നാട്ടുന്ന ശുശ്രൂഷയാണ്. കാൽവറിയിൽ യാഗപീഠം ഇറക്കിക്കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ്. നമ്മുടെ നടുവിലേക്ക് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം, രക്ഷയ്ക്കുള്ളത് ഇറക്കിക്കൊണ്ടുവരുന്ന ശുശ്രൂഷ. എന്നാണ് ദൈവവേല എന്ന് പറയുന്നത്. അത് ഭവന സന്ദർശനമാണെങ്കിലും ഒരു കൂട്ടായ്മയാണെങ്കിലും എന്താണെങ്കിലും അവിടെയെല്ലാം ഈ യാഗപീഠം ഒരുക്കുന്ന ശുശ്രൂഷയാണത്. യാഗപീഠ നിർമ്മാണ നിയമങ്ങൾ അഥവാ സുവിശേഷ വേലയിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ.
ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ സമാഗമന കൂടാരം മുഴുവൻ ഉപദേശമാണ്, സഭയിലെ ഉപദേശ സത്യങ്ങളാണ്. തിങ്കളാഴ്ച നാം ബൈബിൾ ക്ലാസ് എടുക്കുന്നത് പ്രവചന വിഷയമാണ്. പ്രവചന വിഷയം, വരാൻ പോകുന്നതായ കാര്യങ്ങൾ, ഇനി നടക്കാൻ പോകുന്നതായ കാര്യങ്ങൾ, വെളിപ്പെടുത്തി തന്നിട്ടുള്ളതായ കാര്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ ഈ സമാഗമന കൂടാരം എന്ന വിഷയം ഉപദേശ വിഷയമാണ്. നമ്മൾ ബൈബിൾ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം നാം ഓർക്കണം. ഇപ്പോൾ ഒരു സുവിശേഷ വേല ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വിശ്വാസി ഇതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്നവർ, ബൈബിൾ പഠിപ്പിക്കുന്നവർ, സുവിശേഷ വേല ഒരു കൂട്ടായ്മ അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഉപദേശ സത്യങ്ങൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകും. ജനം വഴിതെറ്റിപ്പോകും. ജനത്തെ ശരിയായി നടത്താൻ കഴിയുകയില്ല. ഇപ്പോൾ നാം ഒരു പ്രസംഗമൊന്നും പ്രസംഗിച്ച് നമ്മൾ ഇങ്ങനെ ഒരു സുവിശേഷ പ്രസംഗമൊക്കെ പ്രസംഗിച്ച് പോകണമെങ്കിൽ ഉപദേശങ്ങളെല്ലാം അങ്ങ് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ഒരു കുറച്ച് പ്രസംഗ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, വലിയ പഠനമൊന്നുമില്ലെങ്കിലും നമ്മൾ തയ്യാറാക്കിയതായ ഒരു കുറച്ച് പ്രസംഗ വിഷയങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്രസംഗിച്ച് നടക്കാം. ഞാൻ എൻ്റെ 22-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു. ഏതാണ്ട് 1990-91 ആ കാലയളവിലാണ് ഞാൻ 2 വർഷം ബൈബിൾ പഠിക്കാനായിട്ട് പോയത്. 92-93 2 വർഷമാണ്. 94 മുതൽ മുഴുവൻ സമയവും സുവിശേഷ വേല ചെയ്യുകയാണ്. 94 മുതൽ മുഴുവൻ സമയവും. ഞാൻ ഓർക്കുന്നത് 98 ഒടുവിലാണ് ഞാൻ കൂട്ടായ്മയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് സെൻറ്റ് പോൾസ് പ്രെയർ ഫെലോഷിപ്പ് എന്ന അതിൻ്റെ മിഷണറി ആയിട്ട് വേല ചെയ്യുകയായിരുന്നു. അന്നൊക്കെ എല്ലാ ദിവസവും പ്രസംഗമാണ്, എല്ലാ ദിവസവും പ്രസംഗം. കാരണം പള്ളികളിലെല്ലാം കൺവെൻഷനും പ്രസംഗങ്ങൾക്കും മീറ്റിംഗ് കൂട്ടായ്മകൾക്കും എല്ലാം, കാരണം അന്നൊക്കെ ഡയറി ആവശ്യമായിരുന്നു. കാരണം ഓർത്തിരിക്കില്ല. കാരണം ഒത്തിരി പ്രോഗ്രാമുകൾ വരും, അതെല്ലാം കുറിച്ചിട്ട് നോക്കി പോവുക. എവിടെയാണ് പോകണമെന്നോ ആരാന്നോ ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പോകുന്നിടത്തേക്ക് പിന്നെ പോകുന്നില്ല, പിന്നെ വേറെ ഇടത്താണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് പ്രസംഗ വിഷയം കയ്യിലുണ്ടെങ്കിൽ വേറെ കൂടുതൽ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഞാൻ ബൈബിൾ പഠിക്കേണ്ടതായൊരു ആവശ്യകത വന്നത് വയനാട്ടിലേക്ക് സുവിശേഷ വേലയ്ക്ക് പോയപ്പോഴാണ്. അവിടെ കൂട്ടായ്മയുടെ മാത്രം യോഗങ്ങളിലാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം പ്രസംഗം കേൾക്കുന്നത് തന്നെയാണ് പിറ്റേ ദിവസം കേൾക്കുന്നത്. പിറ്റേ ദിവസവും അവർ കേൾക്കാൻ വരും. അപ്പോൾ ഈ കയ്യിലുള്ള വിഷയം മാത്രം പോരല്ലോ, അപ്പോൾ കൂടുതൽ പഠിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നാം ദൈവത്തിൻ്റെ വചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്. ഉപദേശ സത്യങ്ങൾ നാം പഠിക്കണം. അല്ലാതെ പഠിച്ചില്ല എന്ന് കരുതിയും നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റും, പ്രയാസമൊന്നുമില്ല. എന്നാൽ ദൈവവചനം പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നാം പ്രയോജനപ്പെടുത്തണം. ദൈവത്തിന് സ്തോത്രം. നാം ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്നുവെങ്കിൽ വചനം ബൈബിൾ ക്ലാസ്സൊക്കെ എടുക്കാൻ ഒക്കെ നമുക്ക് ഒരു കൂട്ടായ്മ നടത്താൻ, ഒരു ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒക്കെ തക്കവണ്ണം നമുക്ക് കഴിയണമെങ്കിൽ സഭയിലെ ഉപദേശ സത്യങ്ങൾ നാം പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. യാഗപീഠ നിർമ്മാണ നിയമങ്ങൾ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് മണ്ണുകൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കി
ഉണ്ടാക്കുന്നുവെങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. നിന്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും. മതി. എന്റെ യാഗപീഠത്തിങ്കൽ നിന്റെ നഗ്നത കാണാതിരിപ്പാൻ നീ അതിങ്കൽ പടികളാൽ കയറരുത്. സമാഗമന കൂടാരമെന്ന ദൈവാലയം ഉണ്ടാക്കുന്നതിനും മുൻപ് യാഗപീഠങ്ങൾ ഉണ്ടായിരുന്നു. സമാഗമന കൂടാരം പണിതപ്പോഴല്ല, കെട്ടിയുണ്ടാക്കിയപ്പോഴല്ല ആദ്യമായി യാഗപീഠം ഉണ്ടാകുന്നത്. അതിനു മുൻപും യാഗപീഠങ്ങൾ ഉണ്ടായിരുന്നു. നോഹ യഹോവയ്ക്ക് യാഗമർപ്പിച്ചു. കയീനും ഹാബേലും ദൈവസന്നിധി യാഗം കൊണ്ടുവന്നു, യാഗമർപ്പിച്ചു. അത് കാണുന്നുണ്ട്. അബ്രഹാം എത്രയോ സ്ഥലങ്ങളിൽ യഹോവയ്ക്ക് യാഗപീഠം പണിതു, യാഗമർപ്പിച്ചു. ഇസഹാക്കും യാക്കോവും യാഗപീഠം പണിത് യാഗങ്ങൾ അർപ്പിച്ചു. അപ്പോൾ യാഗപീഠം ഉണ്ടാകുന്നത് സമാഗമന കൂടാരം നിർമ്മിച്ചപ്പോഴല്ല, അതിനു മുമ്പ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് സമാഗമന കൂടാരം ഉണ്ടാക്കുന്നതായ പ്രമാണങ്ങളും കൽപ്പനകളും എല്ലാം ദൈവം നൽകുന്നത്. എന്നാൽ അതിനു മുൻപും യാഗപീഠങ്ങൾ ഉണ്ടായിരുന്നു. യാഗപീഠ നിർമ്മാണ നിയമങ്ങൾ പൊതുവായി നാം ചിന്തിക്കുകയാണ്. ഇവിടെ പറയുന്നു, എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നുവെങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. നിന്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും. ആവർത്തന പുസ്തകം 27-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 27-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ. അവിടെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് കല്ലുകൊണ്ട് ഒരു യാഗപീഠം പണിയണം. അതിന്മേൽ ഇരുമ്പ് തൊടുവിക്കരുത്. ചെത്താത്ത കല്ലുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠം പണിയണം. അതിന്മേൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗങ്ങൾ അർപ്പിക്കണം. അവിടെയും യാഗപീഠം നിർമ്മിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഉപദേശം നാം കാണുകയാണ്. കല്ലുകൊണ്ട് ഒരു യാഗപീഠം പണിയണം. അതിന്മേൽ ഇരുമ്പ് തൊടുവിക്കരുത്. ചെത്താത്ത കല്ലുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠം പണിയണം. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 30-31 വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 30-31 വാക്യങ്ങൾ. അനന്തരം യോശുവ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ഏമാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു. യഹോവയുടെ ദാസനായ മോശെ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടുള്ള ഒരു യാഗപീഠം തന്നെ. ചെത്തുകയോ എന്നാണ് പ്രമാണം. നിയമം എന്താണ്? ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടുള്ള ഒരു യാഗപീഠം പണിയണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ യാഗപീഠം പണിയുമ്പോൾ, യഹോവയ്ക്ക് ഒരു യാഗപീഠം ഒരുക്കുമ്പോൾ നിന്റെ ആയുധം അതിൽ തൊടരുത്. ദൈവത്തിൻ്റെ പ്രമാണമാണത്. നിന്റെ കൈമിടുക്ക് കാട്ടാനുള്ളതല്ല എൻ്റെ യാഗപീഠമെന്ന്. യാഗപീഠം നമ്മുടേതല്ലേ, യഹോവയുടെ യാഗപീഠമാണ്. അതിൽ നിന്റെ കൈമിടുക്ക് നീ കാട്ടേണ്ടതില്ല. നിന്റെ ആയുധം നീ അതിൽ തൊടരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകിൽ നമ്മുടെ പ്രശംസയോ നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. നിന്റെ കൈ അതിൽ തൊടരുത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം നാം വായിക്കുമ്പോൾ, 17-ാം അധ്യായം അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ അരയോപക പ്രസംഗമാണ്.
പണ്ഡിതോചിതമായ ഒരു പ്രസംഗം. നല്ല അരയോവക കുന്നിൽ നിന്നുകൊണ്ട് അഥേന പുരുഷന്മാരെ നോക്കിക്കൊണ്ട്, തത്വജ്ഞാനികളാണ്, സോക്രട്ടീസ്, ക്രിറ്റോ, പ്ലേറ്റോ, ഇങ്ങനെയുള്ളതായി തത്വജ്ഞാനികളുടെ എല്ലാം നഗരം, നല്ല പണ്ഡിതന്മാരുടെ നഗരം. ആ പണ്ഡിതന്മാരെ നോക്കിക്കൊണ്ട്, തത്വജ്ഞാനികളെ നോക്കിക്കൊണ്ട്, തൻ്റെ അറിവിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ നെറുകയിൽ നിന്ന് കയറി നിന്നുകൊണ്ടാണ് പൗലോസ്ലീഹായുടെ അഥേന പ്രസംഗം. അതിൻ്റെ 25-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, പ്രവൃത്തികൾ 17-25, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ദൈവം മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ മാനുഷ്യ കൈകളുടെ അധ്വാനം ദൈവത്തിന് വേണ്ട എന്ന്. നാം ദൈവവേല ചെയ്യുന്നെങ്കിൽ അത് ദൈവം തന്ന കൃപയിലാണ് ചെയ്യേണ്ടത്. നമ്മുടെ മിടുക്കോ, നമ്മുടെ കഴിവോ, നമ്മുടെ പാരമ്പര്യമോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. പുസ്തകങ്ങൾ പറഞ്ഞല്ലോ, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മിടുക്ക് കാണിക്കാനുള്ള രംഗമല്ല സുവിശേഷ വേല. നിന്റെ കൈ, നിന്റെ ആയുധം അതിൽ തുടരുത്. നമ്മുടെ പരിശ്രമവും സ്വയപ്രശംസയും അരുത് എന്ന്. എൻ്റേതായ ഒന്നും വേണ്ട ദൈവത്തിന്. ദൈവം തരും. ദൈവം തന്നാലുണ്ട്, അതേ ഉള്ളൂ. ദൈവം എന്തെങ്കിലും തന്നാലേ ഉള്ളൂ. കർത്താവേ, ശുശ്രൂഷകളെല്ലാം അങ്ങനെയാക്കി മാറ്റണമേ. കർത്താവേ, നീ തരുന്നത് നീ തന്നാലേ ഉള്ളൂ, അത് കൊടുത്താലേ പ്രയോജനമുള്ളൂ. എൻ്റേതായ കഴിവ് ഞാൻ കൊടുക്കാൻ നോക്കിയാൽ അത് ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. നിന്റെ ആയുധം അതിൽ തുടരുത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. അതിന്റെ 3-4 വായിക്കാം. 3-4, 6-ന്റെ 3-4 വാക്യങ്ങൾ. താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ താൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. ദൈവവേലക്കാർ എങ്ങനെയാകണം? എൻ്റെ പ്രശംസ മറ്റുള്ളവരെ കാണിക്കാനല്ല. ഒന്ന്, താൻ അല്പനായിരിക്കെ മഹാൻ എന്ന് നിരൂപിക്കരുത്. നമ്മൾ എന്തുള്ളൂ? ദൈവത്തിൻ്റെ കരുണ എന്നല്ലാതെ എന്തു പറയാനുണ്ട്? താൻ അല്പനായിരിക്കെ മഹാൻ എന്ന് നിരൂപിക്കരുത്. വീണ്ടും പറയുകയാണ്, തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കണം. എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ അപ്പോസ്തലൻ വരെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതായ ആത്മീയ അനുഭവം പ്രാപിച്ചവൻ പറയുമ്പോൾ എന്താ പറയുന്നത്? ക്രിസ്തു യേശുവിൽ ഒരു മനുഷ്യനെ എനിക്കറിയാം, ഞാനാണെന്ന് പോലും പറയാൻ തുനിയാതെ. പൗലോസ്ലീഹ തനിക്ക് കിട്ടിയ അനുഭവം പറയുന്നു. പക്ഷേ അതുപോലും പറഞ്ഞ് പ്രശംസ എടുക്കാതെ ക്രിസ്തു യേശുവിൽ ഒരു മനുഷ്യനെ എനിക്ക് അറിയാം. ആ ഒരു മനോഭാവം. എന്നെ ആരും കാണണ്ട, എനിക്കെന്തെങ്കിലും പ്രശംസയുണ്ടെങ്കിൽ ഞാനത് എന്നിൽ തന്നെ അടക്കി വെക്കണം, ഞാനത് പൊക്കിക്കൊണ്ട് നടക്കുകയല്ല. തൻ്റെ പ്രശംസ, എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ നമുക്ക് പ്രശംസിക്കാൻ എന്താ? ക്രിസ്തു യേശുവിൻ്റെ ക്രൂശ്, അവൻ്റെ ക്രൂശിലല്ലാതെ വേറെ എന്തിലുണ്ട് പ്രശംസിക്കാൻ? അവൻ്റെ ക്രൂശിലല്ലാതെ. തൻ്റെ പ്രശംസ മറ്റൊരുത്തിനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കണം. അല്പനായിരിക്കെ മഹാൻ എന്ന് നിരൂപിക്കരുത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം നാം വായിക്കുമ്പോൾ
14 അധ്യായത്തിൻ്റെ 8 മുതൽ 18 വരെയുള്ളതായ വേദഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അവിടെ ഒരു സംഭവം നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 8 മുതലുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതായ കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. പൗലോസ്ലീഹ തൻ്റെ 1-ാം മിഷണറി യാത്രയിൽ ലുസ്ത്രയിൽ ചെല്ലുമ്പോൾ നടക്കുന്നതായ ഒരു കാര്യം, അവിടെ നടക്കുന്നതായ കാര്യങ്ങളാണ് നാം കാണുന്നത്. അവിടെ ഈ പട്ടണത്തിലുള്ളവർ ഇവരെ അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം ചെയ്യുന്നത് കണ്ടപ്പോൾ, അതിൻ്റെ 14 മുതൽ ഒന്ന് വായിക്കാം. മുഴുവൻ വായിക്കാൻ സമയത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 14 മുതൽ ഒന്ന് വായിക്കാം, 14-ാം വാക്യം മുതൽ. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരെത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെ കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു. അവിടെ പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു. അവരുടെ പുറകെ വന്നപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണമെന്നുള്ളതായ സുവിശേഷം അവരെ അറിയിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്നാ കാര്യം, ഞങ്ങൾക്കെന്താ, ഞങ്ങൾ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യർ. അവരുടെ മനോഭാവം എന്താണ്? ദൈവം ഉയരണം. അവരുയരണമെന്ന് അവർ ആഗ്രഹിച്ചില്ല. ഒരു വ്യക്തി ഉയരരുത്, ഒരു സംഘടന ഉയരുകയല്ല, യേശുവിനെ മാത്രം ഉയർത്തണം. അവർക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് രക്ഷ തന്ന ഒരു യേശു ഉണ്ട്, നിങ്ങൾ അവനിൽ വിശ്വസിക്കണം. എൻ്റെ പുറകെയല്ല വരേണ്ടത്, ഞങ്ങളുടെ പുറകെയല്ല വരേണ്ടത്. ഞങ്ങൾക്ക് രക്ഷ തന്ന ഒരു യേശു ഉണ്ട്, നിങ്ങൾ അവനിൽ വിശ്വസിക്കണം. നമ്മുടെ ആയുധം അതിൽ തുടരുത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയക്കാരി സ്ത്രീയുടെ മാനസാന്തരം നാം കാണുന്നുണ്ട്. അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ശമരിയക്കാരി സ്ത്രീ എന്താ പറയുന്നത്? ഈ ശമരിയ സ്ത്രീക്ക് എന്താണ് പറയാനുള്ളത്? യോഹന്നാൻ 4:29. എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്, നിങ്ങൾ എന്നെ കണ്ടിട്ട് എന്താ കാര്യം? അവനെ വന്ന് കാണുവീൻ. അതാണ്, അവനെ വന്ന് കാണുവീൻ. എനിക്കെന്ത് കാര്യം? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം തന്ന ഒരു യേശു ഉണ്ട്, അവനെ വന്ന് കാണുക. അതാണ് സുവിശേഷം. നിന്റെ ആയുധം അതിൽ തുടരുത്. ഞാൻ ഇച്ചിരി ഒച്ച വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റേതായ എന്തെങ്കിലുമൊക്കെ പ്രകടിപ്പിച്ചാൽ, ഇന്നത്തെ ഈ ആത്മീയ രംഗങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചകളുണ്ടല്ലോ, ഞാൻ ആരെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനല്ല, ഒരിക്കലും നമ്മുടെ ആയുധം ശുശ്രൂഷയിൽ തൊടാൻ ഇടവരരുത്. നിന്റെ ആയുധം അതിൽ തുടരുത്. 1-ാമത്തെ നിയമം. 2, ദൈവവേല ചെയ്യുന്ന കാര്യമാണ്. യാഗപീഠ നിർമ്മാണ നിയമങ്ങൾ. 1, നിന്റെ ആയുധം അതിൽ തുടരുത്. 2 ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. 2 ശമൂവേൽ 24-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ.
ചെലവ് ചെയ്ത് പണിയണം. യാഗപീഠം പണിയുമ്പോൾ ചെലവ് ചെയ്ത് പണിയണം, ചുമ്മാ അങ്ങ് പണിയല്ല. ദാവീദ് ആ യെബൂസിൻ്റെ സ്ഥലം വാങ്ങുമ്പോൾ വെറുതെ കൊടുക്കുവാൻ, പക്ഷെ ദാവീദ് പറയുകയാണ്, ചെലവ് ചെയ്തല്ലാതെ ഞാൻ യാഗപീഠം പണിയില്ല. 2 ശമൂവേൽ 24-24 25 വാക്യങ്ങൾ. രാജാവ് അരവണയോട്, അങ്ങനെയല്ല, ഞാൻ അത് നിന്നോട് വിലയ്ക്ക് വാങ്ങുകയുള്ളൂ. എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് കളത്തെയും കാളകളെയും 50 ശേക്കെൽ വെള്ളിക്ക് വാങ്ങി. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അവിടെ ദാവീദ് അരവനയോട് പറയുകയാണ്, ചെലവ് ചെയ്തല്ലാതെ ഞാൻ എൻ്റെ ദൈവത്തിന് യാഗപീഠം പണിയുകയില്ല, ചെലവ് ചെയ്ത് പണിയണം. എന്ന് പറഞ്ഞാൽ ചെലവാകാൻ മനസ്സാകണം. വേറെ പണിയൊന്നുമില്ലെങ്കിൽ വചനം കേൾക്കാൻ പോവുകയല്ല, വേറെ വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ സുവിശേഷം ചെയ്യാൻ പോവുകയല്ല. ചെലവ് ചെയ്യാൻ മനസ്സാകണം, ചെലവ് ചെയ്ത് യാഗപീഠം പണിയണം. നമ്മുടെ പണവും അധ്വാനവും എല്ലാം നാം ദൈവവേലയ്ക്കായി ചെലവഴിക്കണം. എല്ലാം തരപ്പെട്ടു വന്നാൽ ദൈവവേല ചെയ്യുക എന്നല്ല. എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ തയ്യാറാകണമെന്ന്. റിസ്ക് എടുക്കാൻ തയ്യാറാകണം. അതിനുവേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറാകണം, ചെലവാകാൻ തയ്യാറാകണം, നഷ്ടം സഹിക്കാൻ തയ്യാറാകണം. നിന്നെയാണോ? ഒറ്റപ്പെടുത്തുന്നുള്ള പേടിയാണോ? കഴിഞ്ഞകാല പരിശുദ്ധ പിതാക്കന്മാരെല്ലാം ചെലവ് ചെയ്ത് യാഗപീഠം പണിതവരാണ്, ചെലവ് ചെയ്ത് യാഗപീഠം പണിതവരാണ്. എല്ലാവരും സന്തോഷമാണെങ്കിൽ, എല്ലാവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ, എല്ലാവരുമൊക്കെ കൂടെ നിൽക്കുമെങ്കിൽ, ഞാൻ ഇനി ഒറ്റപ്പെട്ടു പോയാലോ, എന്നെ ഒറ്റപ്പെടുത്തിയാലോ, അതുകൊണ്ട് ഇപ്പോൾ വേണ്ട അനങ്ങാതിരിക്കാം. അല്ല, ദൈവവേല എന്ന് പറയുന്നത്, ആത്മീയം എന്ന് പറയുന്നത് ചെലവാകാൻ തയ്യാറാകണം. എരുതി വാൾ മർദ്ദിതരായവരാണ് പിതാക്കന്മാർ. ദൈവത്തിന് സ്തോത്രം. തീയാൽ വെണ്ണീറാകാൻ ഇട്ടുകൊടുത്തവരാണ്. ദൈവത്തിന് മഹത്വം. വാളാൽ ചിറകുകൾ പൂണ്ട ഉന്നത പദവിയിലേറിയവരാണ്. നഷ്ടം സഹിക്കാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. മുൻപിൽ ജീവനോ മരണമോ എന്ന് നോക്കിയില്ല. എങ്കിലും എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പുസ്തകം എന്ന് പറയുന്നത്, എങ്കിലും എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ കർത്താവിരിക്കുന്നതായ ഒരു ശുശ്രൂഷയുണ്ട്, അത് തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നഗ്നതയോ ആപത്തോ വാളോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ, ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു ശക്തിക്കും എന്നെ പിന്തിരിപ്പിപ്പാൻ കഴിയുകയില്ല. കാരണം അവനോടുള്ള എൻ്റെ സ്നേഹം വലിയതാണ്. റിസ്ക് എടുക്കാൻ തയ്യാറാകണം, ചെലവാകാൻ തയ്യാറാകണം. ദൈവത്തിന് മഹത്വം. എല്ലാവരുടെയും കൂടെ അങ്ങ് പോകുന്നതായ പോക്കല്ലത്. അത് നാശത്തിലേക്കുള്ള വഴിയാണെന്ന് ഓർക്കണം. നാശത്തിലേക്കുള്ള വഴി അത് വീതിയുള്ളതാണ്. അതിൽ കൂടെ അനേകർ പോകുന്ന കൂട്ടത്തോട് പോകുന്നതായ വഴിയാണ്. എന്നാൽ ജീവങ്കിലേക്കുള്ള വഴി അങ്ങനെയല്ല. ജീവങ്കിലേക്കുള്ള വഴി അതിൻ്റെ വാതി ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതുമാണ്. അതിൽ കൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. അതിനുവേണ്ടി പോരാടാനാണ് പറഞ്ഞിരിക്കുന്നത്. പോരാടുവിൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം.
കർത്താവിന് വേണ്ടി എന്തുമായി തീരുവാൻ, ഏതുമായി തീരുവാൻ ചെലവ് ചെയ്ത് നാം യാഗപീഠം പണിയണം. ഒന്ന്, നിന്റെ ആയുധം അതിൽ തുടരുത്. 2, ചെലവ് ചെയ്ത് യാഗപീഠം പണിയണം. ഇനി എട്ടാമത്തെ കാര്യം യാഗപീഠം സമചതുരമാണ്. സമചതുരം. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യാഗപീഠം സമചതുരമാണ്. പുറപ്പാട് 27-ന്റെ 1-2 വാക്യങ്ങൾ. 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. യാഗപീഠം സമചതുരവും 3 മുഴം ഉയരവുമായിരിക്കണം. യാഗപീഠം സമചതുരമായിരിക്കണം. 5 മുഴം നീളം, 5 മുഴം വീതി, സമചതുരം. നീളവും വീതിയും തുല്യമാണ്. ആ യാഗപീഠം അത് സമചതുരമാണ്, സമചതുരത്തിലാണ്. 5 മുഴം നീളം, 5 മുഴം വീതി, 3 മുഴം ഉയരം. അത് സമചതുരമാണ് യാഗപീഠം എന്ന് പറഞ്ഞാൽ തെക്ക് വശത്തിനും 5 മുഴം, വടക്ക് വശത്തിന് 5 മുഴം, പടിഞ്ഞാറ് വശത്തിന് 5 മുഴം, കിഴക്ക് വശത്തിന് 5 മുഴം. പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. 4 ദിക്കുകളിലും തുല്യമാണ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ രക്ഷ എന്ന് പറയുന്നത് മുഴുലോകത്തിനും തുല്യമാണെന്ന് കാണിക്കുന്നു. മുഴുലോകത്തിനും 5 മുഴം. ഇത് മുഴുലോകത്തിനും ഉള്ളതാണ് രക്ഷ. 5 വൻകരകളുണ്ടല്ലോ. 7 വൻകരകളുണ്ട്. അതിൽ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക 2 ഉണ്ട്. അന്റാർട്ടിക്കയുണ്ട്. പക്ഷെ 5 വൻകരകൾ നിർവഹിപ്പിക്കലുമുണ്ട്. 5 വൻകരകൾ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ, യൂറോപ്പ്, അമേരിക്ക, തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്ക ഒന്നായിട്ട്, അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക. 5 വൻകരകൾ. ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, അമേരിക്ക എന്ന് പറഞ്ഞാൽ ഈ 5 വൻകരകൾക്കും തുല്യമാണ്. 5 മുഴം നീളം, 5 മുഴം വീതി, സമചതുരത്തിൽ 4 വശങ്ങളാണുള്ളത്. 6 വശമില്ല, 8 വശമില്ല, 4 വശങ്ങളാണുള്ളത്. 4 സുവിശേഷങ്ങൾ. ഓരോ സുവിശേഷവും യേശു രക്ഷിതാവാണ്, സൗഖ്യദായകനാണ്, പരിശുദ്ധാത്മദാതാവാണ്, രാജാതിരാജനാണ് എന്ന് ഘോഷിക്കുന്ന 4 കാര്യങ്ങൾ. 4 സുവിശേഷങ്ങൾ, 4 വശം, 4 സുവിശേഷങ്ങൾ. 4 സുവിശേഷങ്ങളും യേശുവിനെ ഘോഷിക്കുമ്പോൾ 4 കാര്യങ്ങൾ. യേശു രക്ഷിതാവാണ്, യേശു സൗഖ്യദായകനാണ്, യേശു പരിശുദ്ധാത്മദായകനാണ്, യേശു രാജാതിരാജനാണ്. യാഗപീഠം സമചതുരമാണ്. ഞാൻ ഒത്തിരി വിശദീകരിച്ചാൽ സമയം മുന്നോട്ട് പോകുമെന്നുള്ളത് കൊണ്ട് യാഗപീഠം സമചതുരമാണ്. 9-ാമത്തെ കാര്യം യാഗപീഠത്തിൻ്റെ ഉയരം 3 മുഴമാണ്. പുറപ്പാട് 27-ന്റെ 1 നാം വായിച്ചതാണ്. ഇനി വായിക്കാൻ സമയം എടുക്കണ്ട. അതിൻ്റെ ഉയരം, നീളം, വീതി 5 മുഴം, ഉയരം 3 മുഴമാണ്. ഈ വീതിയും നീളവും പോലെ തന്നെ ഉയരവും 5 മുഴമാക്കിയിരുന്നുവെങ്കിൽ, 5 മുഴം ഉയരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7.5 അടി വരും. 7.5 അടി. ശരിയാണോ? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. 5 മുഴം ഉയരമെന്ന് പറയുമ്പോൾ ഏതാണ്ട് 7.5 അടി വരും. അപ്പോൾ നീളവും വീതിയും 5 മുഴമായിരിക്കുന്നത് പോലെ ഉയരവും 5 മുഴം ആക്കിയിരുന്നു എങ്കിൽ അത്രയും ഉയരത്തിൽ യാഗവസ്തു എത്തിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. ഒരിക്കലും 7.5 അടി ഉയരത്തിലേക്ക് യാഗവസ്തുവിനെ അങ്ങ് പൊക്കി എത്തിക്കാൻ മറ്റൊരു സഹായം കൂടാതെ ഒരു മനുഷ്യന് കഴിയില്ല. ശരിയല്ലേ? മറ്റെന്തിൻ്റെയെങ്കിലും ഒന്നുകിൽ പടികൾ വെച്ച് കയറണം,
അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലും സഹായമില്ലാതെ നോർമലി ഈ യാഗവസ്തുവിനെ കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്ക് ആ യാഗവസ്തുവിനെ യാഗപീഠത്തെങ്കിൽ അർപ്പിക്കണമെങ്കിൽ അതിന് ഉയരം 5 മുഴം ആയിരുന്നുവെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർഗം കൂടെ തേടേണ്ടി വരുമായിരുന്നു. എന്നാൽ യാഗപീഠ നിർമ്മാണ നിയമത്തിൽ പറയുന്നുണ്ട്, പുറപ്പാട് 20:26 നാം വായിച്ചതാണ്, ഇനി വായിക്കാൻ സമയം എടുക്കണ്ട. പുറപ്പാട് 20:26 പടികൾ പാടില്ല എന്നുണ്ട്. അങ്ങ് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പടിക്കെട്ട് പാടില്ല. ഒരു കോണി വെച്ചിട്ട് കയറി അതിന് മുകളിലേക്ക് എത്തിക്കാൻ വേറെ പടികൾ സ്റ്റെപ്പൊന്നും വെച്ച് കയറി പാടില്ല. വന്ന് ആ നിൽക്കുന്ന നിൽപ്പിൽ യാഗമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വയപ്രയത്നങ്ങൾ ഒന്നും കൂടാതെ എല്ലാവർക്കും എത്തിപ്പിടിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം രക്ഷ ഒരുക്കിയിരിക്കുന്നത്. നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ മറ്റാരുടെയും സഹായം നമുക്ക് ആവശ്യമില്ല, മറ്റാരുടെയും ഒന്നും വേണ്ട എന്ന് ഏതൊരു വ്യക്തിക്കും ധൈര്യത്തോടെ അടുത്ത് എന്ന് അവൻ്റെ ജീവിതം അർപ്പിക്കുവാൻ തക്കവണ്ണം കാൽവരിയിലെ സ്നേഹം നമ്മുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നതായ ദൈവം. അതിന് നാം പടി അന്വേഷിച്ച് പോകണ്ട, മറ്റൊന്നും തേടി പോകണ്ട, മനുഷ്യൻ്റെ കർമ്മപ്രവൃത്തികളൊന്നും വേണ്ട. രക്ഷ, ദാനം, ദാനം, ദാനം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. യാഗപീഠ നിർമ്മാണം, ഈ രക്ഷ ദൈവം നമുക്ക് ഒരുക്കി തന്നത്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഉയരം 3 മുഴമാണ്, 3 മുഴം ഉയരം. 10ാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ കാര്യം അവസാനിപ്പിച്ചു കൊള്ളാം. ഞാൻ ചിലപ്പോൾ സ്പീഡിൽ പോകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? വിശദീകരണം വേണോ? ഇനി സ്പീഡിലായി പോകുന്നുണ്ടോ? ഞാൻ ആദ്യത്തെ പോയിൻ്റ് ഇച്ചിരി സമയം മുന്നോട്ട് പോയി ഇച്ചിരി കൂടിപ്പോയി എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ പോയിൻ്റ് അങ്ങ് പെട്ടെന്ന് പോകണത്. നിങ്ങളൊക്കെ വചനം പഠിച്ച് പരിചയമുള്ളവരായതുകൊണ്ട് ഇതെല്ലാം വലിയ പ്രമാണങ്ങളാണ്, വലിയ പ്രമാണങ്ങളാണ്. ഈ രക്ഷ എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് ഒരു കർമ്മപ്രവർത്തിക്ക് പോകണമെന്നേ, ദാനമാണ്. നമ്മുടെ പ്രവൃത്തികളും കാരണമല്ല. അവിടെ പടികളൊന്നും ഉണ്ടാക്കാൻ പോകണ്ട, വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. നാം നേരിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് നമുക്ക് അവൻ രക്ഷ തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഏതൊരു മനുഷ്യനും അങ്ങ് അർപ്പിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ക്രമീകരണമാണത്. 3 മുഴം ഉയരുള്ളൂ. ദൈവത്തിന് സ്തോത്രം. 10 ഏക യാഗപീഠം, ഒരു യാഗപീഠേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ യാഗപീഠം. സമാഗമന കൂടാരമെന്ന ആലയത്തിൽ ഒരൊറ്റ യാഗപീഠമേ ഉള്ളൂ സഭയിൽ. ദൈവത്തിന് സ്തോത്രം. ഇത്ര വലിയ കൂട്ടം ആളുകളാണ്, ഇത്ര മഹാപുരുഷാരത്തിന് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ, ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബലിയർപ്പണത്തിനായി, യാഗമർപ്പണത്തിനായി അധികം യാഗപീഠങ്ങൾ അവിടെ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ സൗകര്യപ്രദമായിരുന്നു നമുക്ക് തോന്നാവുന്നതാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നവരല്ലേ. എല്ലാവരുടെയും സൗകര്യങ്ങൾ നോക്കിയിട്ട് എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടി പല കാര്യങ്ങൾക്ക് നമ്മൾ പല അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്യും, ഇല്ലേ? എത്ര നല്ലതാണ്. കാരണം ഇത്രയും ആളുകളൊക്കെ വരുമ്പോൾ തിക്കിക്കൂടിയൊക്കെ നിൽക്കാണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. ഒരു 3-4 അങ്ങ് ഉണ്ടാക്കി സ്പെഷ്യൽ, പ്രത്യേകിച്ച് പെരുന്നാളുകളൊക്കെ വരുമ്പോൾ, പെസഹായൊക്കെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആടുകളെ ഇറക്കുന്നത്. അപ്പം അന്നേരം ഇല്ലേ, വാടകയ്ക്ക് കിട്ടില്ല, വേണമെങ്കിലേ റെൻറ്റിനൊക്കെ എടുക്കാമല്ലോ. ഒരു കുറച്ച് എക്സ്ട്രാ അങ്ങ് സജ്ജീകരണമൊക്കെ ഒരുക്കി അങ്ങ് വെച്ച് കൊടുത്തതെങ്കിൽ എത്ര സൗകര്യമായിരുന്നില്ല. എല്ലാവർക്കും ഒന്ന് സൗകര്യമായി തെക്കിൽ കൊള്ളാതെ വന്ന വഴിക്ക് തന്നെ ഒട്ടും തിരക്കില്ലാതെ ഒക്കെ യാഗർപ്പിച്ച് പോകാമായിരുന്നല്ലോ. എത്ര മഹാപുരുഷാരത്തിൻ്റെ ബലിയർപ്പണത്തിനായി അധികം യാഗപീഠങ്ങൾ അവിടെ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ സൗകര്യപ്രദമാണ്, നമുക്ക് തോന്നാവുന്നതാണ്. എന്നാൽ കർത്താവ് ഒരുവൻ മാത്രം, രക്ഷിതാവ് ഏകൻ മാത്രം. എബ്രായ ലേഖനം 10:12. എബ്രായർ 10:12. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി
ഏക യാഗം കഴിച്ചിട്ട്. എബ്രായർ 10:12. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട്. പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്. ഏകയാഗം. ആവർത്തനം 12:13. ആവർത്തനം 12:13. നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നിനക്ക് തോന്നുന്നിടത്തൊക്കെയും നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും യാഗം കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. തോന്നുന്നിടത്തെല്ലാം പോയി സമർപ്പിക്കരുതെന്ന്, തോന്നുന്നതിൻ്റെ എല്ലാം മുമ്പിൽ പോയി മുട്ടുകുത്തരുതെന്ന്. ഒരുവൻ മാത്രമേയുള്ളൂ നമ്മുടെ ജീവിതം അർപ്പിക്കാൻ, ഒരേ ഒരു സ്ഥലം മാത്രം. അപ്പോസ്തല പ്രവൃത്തി 4:12. നമുക്കറിയാവുന്നതായ വേദഭാഗമാണ്. അപ്പോസ്തലർ 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സുവിശേഷം അതാണ് വിളിച്ചറിയിക്കുന്നത്. ലോകം മുഴുവൻ ഘോഷിക്കപ്പെടുന്ന സുവിശേഷം അതാണ്. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളുടെ ഇടയിൽ ഈ ഏവൻഗേലിയോൻ ഘോഷിക്കുമ്പോൾ അവരെല്ലാവരും ഉച്ചസ്ഥരം വിളിച്ചു പറയുന്നത് ഒന്ന് മാത്രം: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഏകയാഗപീഠം, ഒരേ ഒരു രക്ഷകൻ മാത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഒരൊറ്റ രക്ഷകൻ മാത്രം, കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷകൻ. നിനക്ക് തോന്നുന്നിടത്തെല്ലാം പോയി നീ അർപ്പിക്കരുത്. പ്രമാണമാണ്. തോന്നുന്നിടത്തെല്ലാം പോയി സമർപ്പിക്കരുത്. ഒരേ ഒരു യാഗപീഠം മാത്രം. നമ്മുടെ തലകളെ ഉണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഏക രക്ഷകനെ നമ്മുടെ നടുവിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ദൈവമേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ നടുവിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ദൈവമേ, നിനക്ക് സ്തുതി. ഞങ്ങൾക്കരികിലേക്ക് കൊണ്ടുവന്ന ദൈവമേ, നിനക്ക് സ്തുതി. നമ്മെ തന്നെ സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ അരിയിലേക്ക് താഴ്ന്നിറങ്ങി വന്ന യഹോവയുടെ യാഗപീഠത്തിൻ്റെ അരിയിലേക്ക് അടുത്ത് ചെന്ന് ആ കാൽവറി ക്രൂസാവുന്ന ആ യാഗപീഠത്തിങ്കിലേക്ക് നമ്മെ തന്നെ അങ്ങ് അർപ്പിക്കാം, മുഴുവനായും അർപ്പിക്കാം. ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ സമർപ്പിക്കാം. കരുണയുള്ള ദൈവമേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂടിയവനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.